ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അടുത്ത 10-20 ദിവസങ്ങൾക്കിടയിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഇന്ത്യയിലെ അടുത്ത 2 ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഇന്ത്യൻ 2 എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ശങ്കറിന്റെ സംവിധാനത്തിൽ കമലഹാസൻ നായകനെത്തുന്ന ഇന്ത്യൻ 2 എന്ന ബ്രഹ്മാണ്ഡ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ട്രെയിലർ ഇന്ന് വൈകിട്ട് 7 മണിയോടെ പുറത്തു വന്നിരിക്കുകയാണ്. അനിരുദ്ധ സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ പതിവ് ശങ്കർ സിനിമകളുടെ അതേ പ്രൊഡക്ഷൻ ക്വാളിറ്റി, ടെക്നിക്കൽ മികവെല്ലാം തന്നെ വേറെ ലെവലായിട്ട് മികച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ മാസ് ആക്ഷൻ സിനിമയായിട്ടാണ് ചിത്രം വരാനായിട്ടിരിക്കുന്നത്. കമൽഹാസൻ സിനിമയിൽ ഒരുപാട് വ്യത്യസ്ത വേഷങ്ങളിലാണ് ആ വയസ്സൻ ഗെറ്റപ്പിൽ തന്നെ എത്തുന്നത് എന്ന ട്രെയിലർ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നു. 2019 മുതൽ പല കാലഘട്ടങ്ങളിലായിട്ട് ചിത്രീകരണം നടന്നുവരുന്ന സിനിമ കൂടിയാണ് ഇന്ത്യൻ 2. ചിത്രത്തിൽ കമൽഹാസനെ കൂടാതെ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം നെടുമുടി വേണു, അതോടൊപ്പം തന്നെ തമിഴിൽ നിന്നും സിദ്ധാർത്ഥ, ബോബി സിംഹ, SJ സൂര്യ തുടങ്ങി നിറയെ താരങ്ങളുണ്ട്. എന്തായാലും സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ശങ്കറിന്റെ പതിവ് സിനിമകളുടെ ഇതുപോലെ ടെക്നിക്കലി വളരെ മികച്ചു നിൽക്കുന്നുവെന്ന് ഉറപ്പ് നൽകുന്ന ഇന്ത്യൻ 2 എന്ന സിനിമയുടെ ട്രെയിലർ ഒരു ഓക്കെ ഡീസന്റ് ട്രെയിലറാണ്. ഇതേ വിഭാഗത്തിൽ പെടുന്ന പല സിനിമകളിലും നാം കണ്ടു പരിചയിച്ചിട്ടുള്ള പല സംഭവ വികാസങ്ങളെല്ലാം തന്നെ ആയിരിക്കും ചിത്രത്തിലും ഉണ്ടാകുക എന്നാണ് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതിലുപരി എന്തായിരിക്കും സിനിമയിലെ വൗ ഫാക്ടർ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ കമലഹാസന്റെ വിക്രം എന്ന സിനിമയുടെ കളക്ഷൻ എല്ലാം തന്നെ സിനിമ മറികടക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ശങ്കർ എന്ന സംവിധായകന്റെ വലിയൊരു തിരിച്ചുവരവാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കാം ഇന്ത്യൻ 2 എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ഇന്ത്യൻ 2 മുന്നേ ഈ വർഷം ഒരു സിനിമ കൂടി കമലഹാസന്റേതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ടല്ലോ. അത് കമലഹാസൻ ഒരു ഗസ്റ്റ് കാമിയോ റോളിലെത്തുന്ന കൽക്കി 2898 AD എന്ന സിനിമയാണ്. പ്രഭാസ്, ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമ ഈ ആഴ്ച ജൂൺ 27-ാം തീയതി മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കവേ ഇന്ത്യയിൽ ഇതിനോടകം തന്നെ വമ്പൻ ടിക്കറ്റ് ബുക്കിംഗ് എല്ലാം തന്നെയാണ് ബുക്ക് മൈ ഷോ വഴി നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിലെ പ്രധാനപ്പെട്ട വിഷയം സിനിമ തിയേറ്ററുകളിൽ വിജയിക്കണമെങ്കിൽ എത്ര കോടി കളക്ഷൻ നേടിയെടുക്കണം, സിനിമയുടെ വേൾഡ് വൈഡ് ഇതുവരെയുള്ള തിയേറ്റർ ബിസിനസ് എത്ര കോടി രൂപയ്ക്കാണ് വിറ്റഴിക്കപ്പെട്ടത് തുടങ്ങിയ റിപ്പോർട്ടുകളാണ്. നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ബഡ്ജറ്റിനേക്കാൾ ഇരട്ടിക്ക് മുകളിൽ തിയേറ്റർ കളക്ഷൻ നേടിയെടുക്കുമ്പോഴാണല്ലോ ഒരു സിനിമ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കുന്നത്. അതേസമയം അന്യഭാഷാ സിനിമകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ ലോകമെമ്പാടും നിശ്ചിത തുകയ്ക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെടും. ആ തിയേറ്റർ റൈറ്റ്സ് കളക്ഷനിലേക്ക് ഷെയർ കളക്ഷൻ എത്തിയാലാണ് സിനിമ തിയേറ്ററുകളിൽ വിജയിക്കുക. കൽക്കി എന്ന സിനിമയുടെ കാര്യത്തിൽ ഇതുവരെ ലോകമെമ്പാടുമായിട്ട് 370 കോടിയോളം രൂപയുടെ തിയേറ്റർ ബിസിനസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഏകദേശം 750 കോടിയോളം രൂപ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നേടിയെടുക്കണം തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട്. ഈ പറഞ്ഞ 370 കോടി തിയേറ്റർ റൈറ്റ്സിൽ 170 കോടി രൂപയും ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ തിയേറ്റർ റൈറ്റ്സ് തുകയാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ സിനിമ വിജയിക്കണമെങ്കിൽ 340 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ കൽക്കി നേടിയെടുക്കണമെന്നർത്ഥം. അപ്പോൾ വമ്പൻ ബിസിനസ് സിനിമയുടെ പേരിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ കേരളത്തിൽ എത്ര കോടി രൂപയ്ക്കാണ് സിനിമ വിറ്റഴിക്കപ്പെട്ടത്, ദുൽഖർ എടുത്തത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ കാത്തിരിക്കൂ, കേരളത്തിലെ തിയേറ്റർ റൈറ്റ്സ് റിപ്പോർട്ട് വരികയാണെങ്കിൽ അതറിയാനായിട്ട് കൂടുതൽ കൽക്കിയുടെ ബോക്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ കേട്ടാം.